എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. നമുക്കിന്ന് 10ാം ദശകത്തിലെ 7ാം ശ്ലോകം നോക്കാം. അപ്പോൾ രുദ്രൻ്റെ സൃഷ്ടി കണ്ട് ഭയന്നു പോയ ബ്രഹ്മാവ് ഭഗവത് പ്രേരണയാൽ സൃഷ്ടി കർമ്മം നടത്തിയത് മതിയെന്നും പോയി തപസ് ചെയ്താലും എന്ന് രുദ്രനോട് പറയുന്നു. ആ ശ്ലോകം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ അന്തര്യാമിയായി ഇരിക്കുന്നുണ്ടെന്നും അങ്ങനെ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനാണ് നമ്മളെ എല്ലാം നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഈ 7ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നതെന്ന് നോക്കാം. തസ്യാധസർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിരാഹ ക്രതുമുനിപുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ. ഈ ശ്ലോകത്തിൽ നമുക്ക് വാക്കുകൾ നോക്കാം. അധ തത്ര സർഗരസികസ്യ തസ്യ അംഗാദ് മരീചിഃ അത്രിഃ അംഗിരാഃ ക്രതുമുനിഃ പുലഃ പുലസ്ത്യഃ ഭൃഗുഃ ച അജായത വസിഷ്ഠദക്ഷൗ ച. ഹേ ഭഗവൻ, അജായേതാം ഭവദംഘ്രിദാസഃ ശ്രീനാരദഃ ച അജായത. ഇനി ഈ ശ്ലോകത്തിൽ മുനിമാരെ സൃഷ്ടിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. അത്രി, മരീചി തുടങ്ങിയ മുനിമാർ. അപ്പോൾ ഇവിടെ രുദ്രനെ സൃഷ്ടിച്ചു. നമുക്കറിയാം, മുനിമാരെന്ന് പറഞ്ഞാൽ വളരെ സംയമന ചിത്തതയോടു കൂടിയവരായിരിക്കും, ഇല്ലേ? നമുക്കൊരു ഐഡിയ ഇല്ലേ മുനിമാരെന്ന് പറയുമ്പോൾ? എന്തായാലും വളരെ സൗമ്യ സ്വഭാവമുള്ളവരായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെയുള്ള മുനിമാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നോക്കുക. തസ്യാധസർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിരാഹ ക്രതുമുനിപുലഃ പുലസ്ത്യഃ. ഇങ്ങനെ ഓരോരുത്തർ ഈ മരീചി, അത്രി തുടങ്ങിയ മുനിമാരുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. തസ്യാധസർഗരസികസ്യ, പിന്നീട് തൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ വളരെ രസിച്ചാണ്. രസികസ്യ, രസിച്ച് സൃഷ്ടികർമ്മത്തിൽ വളരെയധികം ആനന്ദം അനുഭവിച്ചാണ് സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നത്. ആ ബ്രഹ്മാവിൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്ന് ആണ്. അംഗം എന്ന വാക്കിന് ഇവിടെ ശരീരമെന്നും അവയവങ്ങളെന്നും അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. അസ്യ അംഗാത്, ആ ബ്രഹ്മാവിൻ്റെ അവയവങ്ങളിൽ നിന്നാണ് ഈ മുനിമാരെയൊക്കെ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്. മരീചിഹി, മനസ്സിൽ നിന്നാണ് മരീചി എന്ന മുനിയെ സൃഷ്ടിച്ചത്. അത്രിഹി, അതായത് അത്രി മുനിയെ സൃഷ്ടിച്ചത് നേത്രങ്ങളിൽ നിന്ന്. മുഖത്തു നിന്നാണ് അങ്കിരസിനെ സൃഷ്ടിച്ചത്. കൈകളിൽ നിന്ന് ക്രതുമുനിയെയും, അതുപോലെ പുലഹൻ, പുലസ്ത്യൻ, ത്വക്ക്, ഇവരെ ഭൃഗു എന്നിവരെ ത്വക്കിൽ നിന്ന് അതുപോലെ ഉണ്ടായി. ച അജായത, ഉണ്ടായി. ഭൃഗു ശ്ച വസിഷ്ഠദക്ഷവും, ഈ വസിഷ്ഠനെ പ്രാണവായുവിൽ നിന്നാണ്, ദക്ഷനെ പെരുവിരലിൽ നിന്ന്. ദക്ഷ പ്രജാപതിയാണ് കേട്ടോ. ഇവരെല്ലാം അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്, അല്ലേ? അങ്ങനെ ഇവരെല്ലാം ബ്രഹ്മാവിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ നിന്ന്, ആ ശരീരാവയവങ്ങളിൽ നിന്ന് ഉണ്ടായി, അല്ലെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് അർത്ഥം. ഇനി ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. അത്രയും മാത്രമല്ല, ഭഗവൻ, അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാനെ അവിടുത്തെ പാദദാസനായി ശ്രീനാരദനും ഉണ്ടായി എന്ന്. ഈ നാരദനും ഉണ്ടായി എന്ന് പറയുന്നത് ഈ മുനിമാരല്ല. ഈ കർദമ മഹർഷിയുടെ 9 പെൺമക്കളും ഒരാൺകുട്ടിയും കർദമുനിക്കുണ്ടായി. ആ 9 പെൺമക്കളെയും ഈ മുനിമാരാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അത്രി മുനി കല്യാണം കഴിച്ച അത്രിയുടെ അനസൂയയുടെ കഥകളൊക്കെ നമുക്കറിയാം. അനസൂയയുടെ ആ ചിത്രകൂടാശ്രമത്തിൽ താമസിക്കുമ്പോൾ ഈ അനസൂയയുടെ പാതിവ്രത്യം പരീക്ഷിക്കാനായിട്ട് ത്രിമൂർത്തികൾ ചെല്ലുന്നതും ഈ അനസൂയ അവരെ 3 പേരെയും, അതായത് നാരദമുനിയാണ് അതിന് കാരണമായിട്ട് വരുന്നത്. നാരദമുനി ത്രിമൂർത്തികളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ, അതായത് താമസ സ്ഥലത്ത് വൈകുണ്ഠത്തിലും കൈലാസത്തിലും അതുപോലെ തന്നെ അവരുടെ വാസസ്ഥാനങ്ങളിൽ ചെന്നിട്ട് മഹർലോകം അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ആദ്യം കൈലാസത്തിൽ ചെന്ന് പാർവതിയോട് പറഞ്ഞു. പാർവതി മുനിക്ക് അർഘ്യങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിച്ച് പറഞ്ഞു, ഓ ഇതെന്താണ്, അനസൂയയുടെ അത്രയും വരത്തില്ല. അനസൂയ, അതായത് ആ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെ അവിടെ നിന്ന് കിട്ടിയ ലഡുവിൻ്റെ അത്രയും സ്വാദില്ലേ, അതാണ് ലഡു എന്ന് പറഞ്ഞ്
അനസൂയയുടെ ആ ലഡുവിനെ പുകഴ്ത്തി. അപ്പോൾ വേഗം പാർവതിക്ക് ആശ്ചര്യമായി അതെന്താണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് ലക്ഷ്മി ദേവിയുടെ അവിടെ ചെന്നും ഇങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ അനസൂയയുടെ വൈശിഷ്ട്യം എന്താണെന്ന് അറിയാനായിട്ട് ഇവരുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞു. പക്ഷേ ഈ ഭർത്താക്കന്മാർ 3 പേരും കൂടെ വേഷം മാറി ഈ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഇങ്ങനെ, അത്രി മഹർഷി ഇല്ലാത്ത സമയത്താണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അനസൂയ അവരെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കുടിക്കാനും ഒക്കെ കൊടുത്തു. ആസനസ്ഥരായിട്ട് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരും എന്ത് പറഞ്ഞെന്നറിയൂ? ഇവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കില്ല. ഞങ്ങൾ അതായത് വസ്ത്രമൊന്നും ധരിക്കാതെ നേക്കഡായിട്ട് ന്യൂഡായിട്ട് ഭക്ഷണം സെർവ് ചെയ്താലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിളമ്പി കൊടുക്കാനായിട്ട് അപ്പോൾ അനസൂയ ഈ വിചിത്രമായ ആവശ്യം കേട്ടപ്പോൾ, അനസൂയ എന്ന് പറഞ്ഞാൽ അതുപോലെ വളരെ പതിവ്രത സതി, അങ്ങനെ അതുകൊണ്ടാണ് നാരദമുനി പുകഴ്ത്തേണ്ടി വന്നത് തന്നെ. അങ്ങനെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീരത്നമാണ് അനസൂയ. അപ്പോൾ അനസൂയ അവരുടെ ആ ശക്തി, തപശക്തി കൊണ്ട് തന്നെ, ആ പാതിവൃത്യ ശക്തി കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി ഇവർ 3 പേരും ത്രിമൂർത്തികളാണെന്ന്. ഒട്ടും സങ്കോചം വിചാരിക്കാതെ പറഞ്ഞു, വന്നോളൂ. അതായത് ആചമനമൊക്കെ നടത്തി, ശൗചമൊക്കെ നടത്തി, ശുദ്ധമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ തപശക്തി കൊണ്ട് തന്നെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇവരുടെ 3 പേരുടെയും ശരീരത്തിലേക്ക് കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരും ഇങ്ങനെ നിലത്ത് കിടക്കുന്ന കുഞ്ഞു കുട്ടികളായിട്ട്, അതായത് വളരെ ചെറിയ കുട്ടികളായിട്ട് മാറി ത്രിമൂർത്തികൾ 3 പേരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് തൻ്റെ മുലപ്പാൽ കൊടുത്തു എന്നാണ് അനസൂയ. അമ്മമാർ അതുപോലെ തന്നെ അതുവരെ അനസൂയയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനസൂയ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല ത്രിമൂർത്തികളെ. അവൾ ശരിക്കും അവരെ ഭക്ഷണം കൊടുത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ എന്ന പോലെ ആശ്രമത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം നമുക്കറിയാം, നമ്മുടെ 360 വർഷമാണ് അവിടുത്തെ ഒരു വർഷം. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. ഭർത്താക്കന്മാർ തിരിച്ചു വരാത്തത് കൊണ്ട് ലക്ഷ്മി, പാർവതി, അതുപോലെ സരസ്വതി, ഇവർ 3 പേരും വിഷമിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ നാരദൻ രംഗപ്രവേശം ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ തെളിച്ചു പറയുന്നില്ല, അപ്പോഴും ഒരു ഹിൻഡ് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ത്രിമൂർത്തികളെ അന്വേഷിച്ച് ഭാര്യമാർ വരികയാണ്. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞപ്പം 3 കുഞ്ഞുങ്ങൾ ഒരുപോലെ ഒരേ ഭക്ഷണം, അതായത് ഐഡൻറ്റിക്കലായിട്ടിരിക്കുകയാണ് 3 പേരും. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് ആരാണ് തൻ്റെ ഭർത്താവ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അനസൂയ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചോളൂ, ആരെയാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നിങ്ങളെ എടുത്തോളൂ എന്ന് പറഞ്ഞു. എടുത്തു കഴിഞ്ഞ് ഇവർ 3 പേരും കൈകളിൽ കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? 3 പേരും എടുത്തത് തിരിഞ്ഞുപോയി. അതായത് ലക്ഷ്മിയുടെ കയ്യിൽ കിട്ടിയത് ബ്രഹ്മാവിനെയും, പാർവതിയുടെ കയ്യിൽ കിട്ടിയത് അതുപോലെ തന്നെ വിഷ്ണുവിനെയും, അങ്ങനെ സരസ്വതിയുടെ കയ്യിൽ കിട്ടിയത് ശിവനെയും, അങ്ങനെ 3 പേരും തിരിഞ്ഞുപോയി. അപ്പോൾ ശരിക്കും ഈ 3 പേർക്കും അവരവരുടെ തെറ്റ് മനസ്സിലായി. അവരുടെ അഹങ്കാരം ശമിച്ച് അനസൂയയോട് അവർ ആ ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുത്ത് അവർ സ്വന്തം ഭർത്താക്കന്മാരെ യഥാരൂപത്തിൽ തിരിച്ചു കൊണ്ടുപോയി എന്നാണ് ഈ അനസൂയയെ പറ്റിയുള്ള കഥ. അനസൂയയുടെ ഭർത്താവാണ് ഇതിൽ അത്രി മഹർഷി. അനസൂയയുടെ ബാക്കി ആ 9 കർദമന് ഒരു 9 പെൺമക്കളും അതുപോലെ തന്നെ കപിലൻ എന്ന ഒരു ആൺമകനുമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളത് വീണ്ടും ഇനിയും ഈ ശ്ലോകങ്ങളിൽ പഠിക്കുന്നുണ്ടത്. അപ്പോൾ അവിടെ ഈ അനസൂയയുടെ ചേസ്റ്റിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത്രി മഹർഷിയെ പോലെ എല്ലാവരും നല്ല പവർഫുള്ളായിട്ടുള്ള മുനിമാരായിരുന്നു എല്ലാവരും തന്നെ. ഇവരെല്ലാം ബ്രഹ്മാവിൻ്റെ മാനസ പുത്രന്മാർ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്. ബ്രഹ്മാവാണ് ഇവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അതായത് 8ാമത്തെ ശ്ലോകം. ധർമാദികാനഭിസൃജൻ അധകർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനഗസ്ദക്ഷമുഖൈസ്തനൂജൈരുദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. ഇവിടെ അധധർമാദികാൻ കർദമം ച അഭിസൃജൻ വാണിം വിധായ വിധിഃ അംഗജസങ്കുലഃ അഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈഃ തനൂജൈ
ഉദ്ബോധിത തമഹ വിമുഞ്ചൻ വിരരാമ ച. ഇനി ധർമാധികാൻ എന്ന് പറഞ്ഞാൽ പിന്നീട് നടത്തിയ സൃഷ്ടിയെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അനന്തരം ധർമ്മദേവൻ, നമുക്കറിയാം ധർമ്മദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യമദേവനാണ് അല്ലേ. യമദേവനെ സൃഷ്ടിച്ചു പിന്നീട്. അപ്പോൾ യമധർമ്മന്മാരുടെ ദേവൻ കർദമനെയും സൃഷ്ടിച്ചു. വാണിം വിധായ വിധായ വാണീദേവിയെ, അതായത് സാക്ഷാൽ സരസ്വതി ദേവിയെ വിധിഹി, ആ വിരിഞ്ചൻ ആ ബ്രഹ്മാവ് വാണീദേവിയെയും സൃഷ്ടിച്ചു. അപ്പോൾ വിധിഹി ആ ബ്രഹ്മാവ് അങ്കജസങ്കുലോഭൂത്, അങ്കജൻ ആരാണ്? കാമദേവൻ അല്ലേ. കാമപരവശനായി തീർന്നു എന്നാണ്. അഭൂത് അങ്കജ സങ്കുലഹ അഭവത്. അങ്ങനെ ആ ബ്രഹ്മാവ് കാമപരവശ്യമുണ്ടായി സരസ്വതി ദേവിയെ ആഗ്രഹിച്ചു എന്നർത്ഥം. അതായത് ത്വദ്ബോധിതൈഹി, അപ്പോഴും ഭഗവാൻ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചു. എന്താണ്? ത്വദ്ബോധിതൈഹി, അങ്ങയുടെ പ്രേരണയാൽ സനകദക്ഷമുഖൈഹി, ആ സനകനും ദക്ഷനുമാണ് ഇവിടെ പറഞ്ഞത്. തുടങ്ങിയവരുടെ ആദ്യ സൃഷ്ടി, അതായത് ഈ ദക്ഷൻ സനകൻ തുടങ്ങിയ ആദ്യ സൃഷ്ടി ഉണ്ടല്ലോ ബ്രഹ്മാവിൻ്റെ, അവർ രണ്ടുപേരും മക്കളല്ലേ. ആ മക്കൾ, അതായത് തനൂജൈഹി ഉദ്ബോധിത, ആ അവരുടെ ഉള്ളിൽ നിന്നാണ് ഭഗവാൻ ഈ തവണ ഓർമ്മിപ്പിച്ചത്. അവരെ കൊണ്ട് പറയിപ്പിച്ചു വേണ്ട വേണ്ട എന്ന്. അച്ഛാ അത് പിതാശ്രീ വേണ്ട, സരസ്വതി ദേവിയെ നോക്കണ്ട, മാമാ എന്ന് പറഞ്ഞു ഇല്ലേ. വിരരാമ തമോ വിമുഞ്ചൻ, ആ അജ്ഞാനത്തെ കൈവെടിഞ്ഞിട്ട് ആ കൃത്യത്തിൽ നിന്നും വിരരാമ ച പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ, മക്കളായ സനകനും ദക്ഷനും പറഞ്ഞു. വാണിദേവിയെ നോക്കിയപ്പോൾ പറഞ്ഞു വേണ്ട, ആ കാമം നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയപ്പോൾ അത് ശരിയാവില്ല അച്ഛാ വേണ്ട എന്ന് പറഞ്ഞു. ഉദ്ബോധിതശ്ച വിരരാമ, അത് ഉദ്ബോധിതശ്ച എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവരുടെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചു തടയാൻ. വിരരാമ തമോ വിമുഞ്ചൻ, ആ അജ്ഞാനത്തെ മക്കളിങ്ങനെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ബ്രഹ്മാവ് ആ കൃത്യത്തിൽ നിന്ന് പിന്മാറി. ഇവിടെ നമുക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ, എത്ര മഹത്വമുള്ളവരാണെങ്കിലും അവർക്കും അജ്ഞാനം കൊണ്ട്, അതായത് തമോ ഗുണം കൊണ്ട് ഇതുപോലെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം, വേണ്ടാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകാമെന്നും അതിൽ നിന്ന് പിന്മാറുക. ആരുടെ? ഇവിടെ സനകൻ ദക്ഷൻ, അതായത് അവതായ സ്വന്തം മക്കളാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ബാലകന്മാരാണെങ്കിലും ആരാണെങ്കിലും വേണ്ട ഉപദേശം നമ്മൾ ആരിൽ നിന്ന് സ്വീകരിക്കുന്നതിലും തെറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലെ മീനിങ് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.